ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 25ാമത് ഞായറാഴ്ചയാണിന്ന്. നിന്റെ അവിശ്വസ്തതയെ പരിഹരിച്ച് എല്ലാം ഇളവ് ചെയ്തു കൊടുത്ത് എല്ലാം വിട്ടുകൊടുത്ത് വിശ്വസ്തനായിരിക്കുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നീ ഒരു കാര്യസ്ഥനാണ്. ക്രിസ്തുവാകുന്ന ഉടമസ്ഥൻ്റെ കാര്യസ്ഥനാണു നീ. നിന്റെ അവിശ്വസ്തതയെ പരിഹരിച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന ഉടമയുടെ വിശ്വസ്തനായ കാര്യസ്ഥനായിരിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാകുന്ന സമ്പത്ത്, കഴിവ്, ആരോഗ്യം, സമയം ഇവയെല്ലാം വിശ്വസ്തതയോടുകൂടെ നീയും ഞാനും കൈകാര്യം ചെയ്യണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഒരു അർദ്ധരാത്രി കൊരിച്ചൊരിയുന്ന മഴയത്ത് വൃദ്ധരായ ദമ്പതികൾ ഒരു ഹോട്ടലിലെത്തി. ഹോട്ടലിൽ മുറിയെടുക്കുവാനാണ് ഈ വൃദ്ധ ദമ്പതികൾ എത്തിയത്. ആ നഗരത്തിൽ മറ്റനേകം പരിപാടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ഹോട്ടലിലും മുറി കിട്ടുന്നില്ലായിരുന്നു. ആ ഹോട്ടലിലെ ജീവനക്കാരന് മനസ്സലിവ് തോന്നിക്കൊണ്ട് ഈ വൃദ്ധ ദമ്പതികളോട് പറഞ്ഞു, സമയം ഇപ്പോൾ അർദ്ധരാത്രിയായി, അടങ്ങാത്ത മഴ പെയ്യുന്നുണ്ട്, നിങ്ങളെ പറഞ്ഞയക്കുവാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇതാക്കി എൻ്റെ മുറിയിൽ താമസിച്ചു കൊള്ളുക. സന്തോഷത്തോടുകൂടെ ആ വൃദ്ധ ദമ്പതികൾ ആ ജീവനക്കാരൻ്റെ മുറിയിൽ അന്തിയുറങ്ങി. പ്രഭാതത്തിൽ ആ മുറി വിട്ടൊഴിഞ്ഞ് അവർ പോകുന്ന സമയത്ത് ഈ ദമ്പതിമാരിലെ ഭർത്താവ് ആ ഹോട്ടൽ ജീവനക്കാരനോട് നന്ദി പറഞ്ഞു. സഹോദര, ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ അങ്ങക്ക് എങ്ങനെ ഈ നന്ദി നൽകണമെന്നറിയില്ല. പക്ഷേ അമേരിക്കയിലെ ഒരു നല്ലൊരു ഹോട്ടലിലെ മാനേജറാകാനുള്ള എല്ലാ യോഗ്യതകളും ഞങ്ങൾ അങ്ങിൽ കാണുന്നുണ്ട്. ഞങ്ങളുടെ പുതിയ ഹോട്ടലിലെ മാനേജറായി ഞങ്ങൾ അങ്ങയെ തിരഞ്ഞെടുക്കും. ഹോട്ടൽ ജീവനക്കാരൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ഇതൊക്കെ ഒരു തമാശ എന്ന പോലെ അതൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞ് ഈ ഹോട്ടൽ ജീവനക്കാരന് വേണ്ടി ഒരു പാഴ്സൽ വന്നെത്തി. ആകാംക്ഷയോടെ കൗതുകത്തോടെ ഈ പാഴ്സൽ തുറന്നു നോക്കിയപ്പോൾ ആ പാഴ്സലിനകത്ത് അധിക പണമുണ്ടായിരുന്നു. അതിനകത്തൊരു കത്തുണ്ടായിരുന്നു. കത്ത് വായിച്ചു. പ്രിയ സ്നേഹിത, ഈ പണം കൊണ്ട് നല്ല വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കണം. ന്യൂയോർക്കിലേക്ക് കടന്നു വരാനുള്ള വിസ ഇതിനൊപ്പമുണ്ട്. ഒപ്പം അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുമുണ്ട്. ന്യൂയോർക്കിലെ അത്യാധുനിക ആഡംബര ഹോട്ടലിലെ മാനേജറായി ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. നോക്കുക, ദൈവം നൽകിയ അനുഗ്രഹങ്ങളാകുന്ന സമ്പത്തും സൗകര്യവും സമയവും ആരോഗ്യവും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വിവേകത്തോടുകൂടെ ചെലവഴിക്കുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായി രക്ഷയായി മാറുക. ഇന്നത്തെ സുവിശേഷത്തിലെ കാര്യസ്ഥനാകട്ടെ തൻ്റെ സ്വത്തുവകകളെല്ലാം ദൂർത്തടിക്കുമ്പോൾ ഈ കാര്യസ്ഥനെ പറഞ്ഞു വിടാൻ ഒരുങ്ങുമ്പോൾ തന്ത്രപൂർവം കൗശലപൂർവം അദ്ദേഹം മറ്റുള്ളവർക്ക് ഇളവ് ചെയ്തു കൊടുക്കുന്നു, വിട്ടുകൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ ഉടമസ്ഥൻ, യജമാനൻ പ്രശംസിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാകുന്ന ആരോഗ്യം, സമയം, കഴിവുകൾ നമ്മുടെ മാത്രം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. പലപ്പോഴും സമ്പത്തൊക്കെ നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ദൂർത്തടിക്കുന്നവരായി നമ്മളൊക്കെ മാറിപ്പോകാറില്ലേ? നമ്മുടെ സമ്പത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ മിതത്വം പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നന്മയായി, സ്നേഹമായി മാറുവാൻ ഈ സമ്പത്ത് വിനിയോഗിക്കുമ്പോഴാണ് നമുക്കൊക്കെ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ കഴിയുക എന്ന് ഈ സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്. ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഊരിത്തിരിഞ്ഞ 3 ചിന്തകൾ ഇപ്രകാരമാണ്. ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്: എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടുകൂടെ ചെയ്യുക. അത് ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ വിശ്വസ്തയോടുകൂടെ ചെയ്തു തീർക്കുക. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നുണ്ട്: ചെറിയ കാര്യമാണെങ്കിലും വലിയ വിശ്വസ്തയോടുകൂടെ ചെയ്യണം. കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ പറയുന്നത് ഇപ്രകാരമാണ്: ഡു സംതിങ് വിത്ത് ഗ്രേറ്റ് ലവ് ഓഫ് ഗോഡ്. ചെറിയ കാര്യമാകട്ടെ അത് വലിയ സ്നേഹത്തോടുകൂടെ, ദൈവസ്നേഹത്തോടുകൂടെ
ചെയ്തു തീർക്കുക. പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവർക്ക് നൽകുന്ന ചെറിയ കാര്യം, ഒരു പുഞ്ചിരിയാകട്ടെ, സോറി എന്നുള്ള വാക്കാകട്ടെ, നന്ദി, താങ്ക്സ് എന്ന വാക്കാകട്ടെ, അത് കാപട്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വിശ്വസ്തയോടുകൂടെ കൊടുക്കാൻ കഴിയട്ടെ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, അത് പൗരോഹിത്യത്തിൻ്റെതാകട്ടെ, സമർപ്പിത ജീവിതത്തിൻ്റെതാകട്ടെ, കുടുംബ ജീവിതത്തിൻ്റെതാകട്ടെ, മറ്റു ജോലി മേഖലകളാകട്ടെ, എല്ലാം വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ആധ്യാത്മിക സമ്പത്ത് ദൂർത്തടിക്കാതെ വിവേകപൂർവം ഉപയോഗിക്കണം. ആധ്യാത്മിക സമ്പത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന, കൗദാശിക ജീവിതം, വിശുദ്ധ ഗ്രന്ഥം, ജപമാല, എൻ്റെ ധ്യാനങ്ങൾ, എൻ്റെ ആത്മീയ പ്രവർത്തികളെല്ലാം വളരെയേറെ ഗൗരവത്തോടുകൂടെ വിവേകത്തോടുകൂടെ ചെയ്യണം. അങ്ങനെ അനേകം വിശുദ്ധരെ സഭയിൽ നിന്ന് കാണാൻ സാധിക്കും. ആധ്യാത്മിക സമ്പത്ത് കൊണ്ട് വിശുദ്ധിയുടെ സോപാനങ്ങളിലേക്ക് പറന്നു നീങ്ങിയ അനേകം വിശുദ്ധരുണ്ട്. അതുപോലെ നമുക്ക് ദൈവം നൽകിയ ആധ്യാത്മിക സമ്പത്ത് അത് വിവേകപൂർവം കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. മൂന്നാമത്തെ ചിന്ത ഇതാണ്: എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കാൻ തയ്യാറായിരിക്കണം. എപ്പോൾ വേണമെങ്കിലും എൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കാൻ തയ്യാറായിരിക്കണം. നിനച്ചിരിക്കാത്ത നേരത്തായിരിക്കാം മരണം കടന്നു വരിക. ആ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെച്ച് നാളിതുവരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഞാൻ എൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ആയതിനാൽ ഓരോ കാര്യങ്ങളും വിശ്വസ്തയോടുകൂടെ ചെയ്തുകൊണ്ട് കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കാൻ സദാ സന്നദ്ധരായിരിക്കുക. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ധനത്തെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ചു. തൻ്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് വേണ്ടി വിശുദ്ധ ഫ്രാൻസിസ് അസീസി പങ്കിട്ടു നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും ദൈവമാണ് വലുത് എന്ന് പറഞ്ഞ്, ദൈവമാണ് സർവ്വസമ്പത്ത് എന്ന് കരുതി ദൈവത്തിൻ്റെ പുറകെ പോകുന്ന കുറെ അധികം പേരുണ്ട്. എന്നാൽ കുറെ അധികം പേര് സമ്പത്തിൻ്റെ പുറകെ ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്തിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കുന്ന ജീവിതത്തിന് ആഴമുണ്ടാകില്ല, അർത്ഥമുണ്ടാകില്ല, കെട്ടുറപ്പുണ്ടാകില്ല. ആ സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുമ്പോഴാണ് കെട്ടുറപ്പുണ്ടാകുക, ആഴമുണ്ടാകുക, സമാധാനമുണ്ടാകുക.